അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുമൊഴി മുത്തുകളുടെ 4ാമത് ഭാഗത്തിലേക്ക് എല്ലാ സ്നേഹപ്പെട്ടവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു തിരുവചനമാണ് 3ാം ഭാഗത്തിൽ നാം ചർച്ചയിൽ കൊണ്ടുവന്നത്. അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന മക്കളെ പോലെയാണ് സർവ്വ മുസ്ലിങ്ങളും വർത്തിക്കേണ്ടത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. വർണ്ണമോ വർഗമോ ദേശമോ ഭാഷയോ ആ സഹോദര്യത്തിൽ പ്രതിബന്ധം സൃഷ്ടിച്ചുകൂടാ, വിള്ളലുണ്ടാക്കിക്കൂടാ. അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, ആഫ്രിക്കയിലെ കറുത്ത മുസ്ലിമും യൂറോപ്പിലെ വെളുത്ത മുസ്ലിമും, മലയാളം സംസാരിക്കുന്ന കേരളത്തിലെ മുസ്ലിമും ഉറുദു സംസാരിക്കുന്ന പാകിസ്ഥാനിലെ മുസ്ലിമും എല്ലാവരും സഹോദരന്മാരാണ്. ഈ അണ്ടകടാഹത്തിന്റെ ഏതേത് കോണിൽ ഏതേത് ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലും ജീവിക്കുന്നവരാണെങ്കിലും ഇസ്ലാം എന്ന മഹത്തായ തത്വസംഹിതയിൽ വിശ്വസിച്ചുവോ എന്നാൽ അവർ പരസ്പരം സഹോദരന്മാരാണ്. അവിടെ ഭാഷ വ്യത്യസ്തമായാലും വേഷം വ്യത്യസ്തമായാലും സംസ്കാരം വ്യത്യസ്തമായാലും ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ ദീൻ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ അവർ പരസ്പരം സഹോദരന്മാരാണ്. ആ സാഹോദര്യത്തിന്റെ അർത്ഥവ്യാപ്തി അപാരമാണ്, ആഴവും പരപ്പും അനന്തമാണ്. അഥവാ മരിച്ചാൽ പോലും ആ സ്നേഹബന്ധത്തിന് തിരശീല വീഴുന്നില്ല. മരിച്ചു മൺമറഞ്ഞാലും കാലങ്ങൾ എത്ര കഴിഞ്ഞാലും വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നില്ല. അവരോടുള്ള കടമയും കടപ്പാടും തീരുന്നില്ല. ഒരു വിശ്വാസി അവന്റെ നിർബന്ധ ബാധ്യതയായ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ അവൻ ദുആ ചെയ്യൽ നിർബന്ധമാണ്. സർവ്വ സഹോദരങ്ങൾക്കും വേണ്ടി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈനാ, അല്ലാഹുവിന്റെ രക്ഷ ഞങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലിലും ഉണ്ടാകട്ടെ എന്ന് ഒരാൾ പ്രാർത്ഥിക്കാതെ അത്തഹിയ്യാത്തിൽ പറയാതെ അവന്റെ നിസ്കാരം പരിപൂർണമാകുകയില്ല. ആ ഒരു ഇബാദു സ്വാലിഹീൻ എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ എന്ന് പറയുമ്പോ, ആദം അലൈഹിസ്സലാം മുതൽ ഇന്നലകളിൽ ജീവിച്ചു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നാളെ ഇനി പിറക്കാനിരിക്കുന്ന ആളുകളും എല്ലാവരും അതിന്റെ പരിധിയിൽ വരുന്നു. ആ പ്രാർത്ഥന അവർക്ക് എല്ലാവർക്കും എത്തുകയാണ്. ഇതാണ് ഇസ്ലാമിലെ സാഹോദര്യം. അത്തരത്തിലാണ് ഇസ്ലാമിലെ സാഹോദര്യത്തെക്കുറിച്ച് നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു. ഇത്തരത്തിൽ സഹോദര്യ ബന്ധം പുലർത്തുന്ന മുസ്ലിം, ആ മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ലാ യദ്ലിമുഹു, അവനോട് അക്രമം പാടുള്ളതല്ല, അവർ പരസ്പരം ആക്രമിക്കാൻ പാടില്ല. വലാ യുസ്ലിമുഹു, അവന് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അക്രമം എന്ന് പറയുമ്പോ അത് കേവലം ആയുധം കൊണ്ട് മാത്രമല്ല. ഒരു കാരണവശാലും തന്റെ സഹോദരനെ സങ്കടപ്പെടുത്തുന്ന ഒന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നോക്കുകൊണ്ട് പോലും തന്റെ സഹോദരനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്റെ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയാൽ തന്നെ അത് ക്ഷമിക്കുകയും സഹിക്കുകയും തന്റെ സഹോദരനെ ആക്രമിക്കാതെ അവനെ നന്മയിലേക്ക് വഴി നടത്താനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്.
ഒരു കാരണവശാലും വാക്കുകൊണ്ട് അവനെ വേദനിപ്പിക്കാൻ പാടില്ല, ഒരു പ്രവർത്തനം കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരക്രമവും തന്റെ സഹോദരന്റെ നേരെ ഉണ്ടാകാൻ പാടുള്ളതല്ല. അത്തരത്തിലുള്ളതായിരിക്കണം സാഹോദര്യ ബന്ധമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇത്തരത്തിൽ സാഹോദര്യ ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, അതുകൊണ്ട് നമുക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.